ജനിച്ചത് ഞങ്ങൾ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പം ഞങ്ങളെ ലൈഫിൽ എന്താ അവൾ വന്നതിന് ശേഷം ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളെ ലൈഫിൽ കൂടെ കടന്നു പോയായിരുന്നു. എൻ്റെ ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അനാമിക വിഷ്ണു ടോപ്പിക്. അപ്പം ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് ഞങ്ങളുടെ ഉണ്ണിമോളുടെ 1ാമത്തെ ജന്മദിനമാണ്. ഞങ്ങളുടെ അല്ല, നമ്മുടെ ഉണ്ണിമോളുടെ 1ാമത്തെ ജന്മദിനമാണ്. അപ്പം അത് പ്രമാണിച്ചിട്ട് നമ്മൾ ചെറിയൊരു ഫംഗ്ഷനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളെ ലൈഫിൽ എന്താ അവൾ വന്നതിന് ശേഷം ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളെ ലൈഫിൽ കൂടെ കടന്നു പോയായിരുന്നു. എൻ്റെ ലൈഫിൽ കൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അത് ഏറ്റവും കൂടുതൽ ബാധിച്ച് ഞങ്ങളുടെ സ്ഥാപനത്തിലും ഞങ്ങളുടെ അമ്മയ്ക്കൊക്കെയാണ്. അപ്പം ഇന്ന് ഈ സന്തോഷമായിട്ട് ഇങ്ങനൊരു ഫംഗ്ഷൻ നടത്താനും ഇത്രയും സന്തോഷമായിട്ട് ഞങ്ങൾക്ക് നിൽക്കാനും ഒക്കെ കഴിഞ്ഞതിൽ വലിയൊരു പങ്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കുണ്ട് കേട്ടോ. കാരണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒത്തിരി അമ്മമാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിലെല്ലാം ഒത്തിരി സന്തോഷമുണ്ട്. അതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയത്തില്ല. ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം. പിന്നെ എനിക്ക് ആരെയൊക്കെ വിളിക്കണമെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ടത്. അപ്പോൾ ഒത്തിരി പേര് വിളിക്കുകയൊക്കെ ചെയ്തു. കുറച്ച് പേര് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ വെച്ചേക്കുന്നത് 6 മണിക്കാണ് വൈകിട്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ വീട്ടിൽ ചെറിയൊരു സദ്യ ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ സദ്യയൊക്കെ വിളമ്പി കഴിക്കാനുള്ള പുറപ്പാടാണ്. അപ്പം ഉണ്ണിയേണം പോയി ചിപ്സും ശർക്കര വരട്ടിയും വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം അതിലേക്ക് നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കൊരു 11:30-12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല മഴക്കോളും ചെറിയൊരു ചതുരമഴയൊക്കെ ഉണ്ട്. അപ്പം ഇനി ആരൊക്കെ വരും, എത്ര പേര് വരും ഒന്നും അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ 20ാമത്തെയും ഉണ്ണേൻ്റെ 23ാമത്തെയും വയസ്സിൽ 24 ആവുന്നു. 23ാമത്തെ വയസ്സിൽ ആരുടെയും സഹായമില്ലാതെ ഞങ്ങളുടെ മോൾക്ക് വേണ്ടി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞങ്ങൾക്ക് ചെറിയൊരു ഫംഗ്ഷൻ തട്ടിക്കൂട്ടാൻ പറ്റി. അപ്പം അത് ഞങ്ങളുടെ തന്നെ കഷ്ടപ്പാട് വെച്ച്, ഞങ്ങളുടെ തന്നെ പൈസ വെച്ചിട്ടാണ് ഞങ്ങളത് ചെയ്യുന്നത്. അതിൽ തന്നെ ഒരു കാര്യം പറയാം, അതിൽ തന്നെ ഞങ്ങൾക്ക് ഒത്തിരി അഭിമാനമുണ്ട്. ആരെയും ഒരു രൂപ പോലും വാങ്ങാതെയാണ് ഞങ്ങൾ ഈ ഫംഗ്ഷൻ നടത്തുന്നത്. അത് ഈ ഒരു ഏജിൽ ഞങ്ങളെ കയ്യിൽ നിന്ന് ഞങ്ങൾ സമ്പാദിച്ച പൈസയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതെനിക്ക് ഈ ഒരു നിമിഷത്തിൽ പറയണമെന്ന് തോന്നി. അതാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. ഞാൻ കുളിച്ചിട്ടൊക്കെ ഇറങ്ങി മേക്കപ്പും കാര്യങ്ങളും ഒന്നും ചെയ്തില്ല. അതെല്ലാം വൈകിട്ടാണ്. അപ്പം ഇനി ഉണ്ണിമോള് ഫുഡ് കൊടുക്കണം. അപ്പം ആദ്യമായിട്ടാണ് അവൾക്ക് വാഴയിലയിൽ നമ്മൾ അവളെ തനിയെ ഇരുത്തി ഫുഡ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്താവും ഏതാവും എന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷെ ഒത്തിരി സന്തോഷമുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ. അവൾ ജനിച്ചപ്പം ഒത്തിരി പ്രശ്നങ്ങൾ സംഭവിച്ചെങ്കിൽ പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ണിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഉണ്ണിമോൾ ജനിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് നേടാൻ പറ്റിയത്. അവൾ ജനിച്ചത് ഞങ്ങളെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പം അവളെ സ്നേഹിക്കുന്ന ഒത്തിരി അമ്മമാരും ചേച്ചിമാരും അച്ഛന്മാരും എല്ലാവരും ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിലെല്ലാം ഒത്തിരി നന്ദി. പിന്നെയും ഞാൻ പറയണം, ഒത്തിരി നന്ദി, സ്നേഹവും ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ ഉണ്ണിമോൾക്ക് വേണം. ഇതുപോലെ തന്നെ എല്ലാ ജന്മദിനവും ഒക്കെ നന്നായിട്ട് തന്നെ എനിക്ക് അവൾക്ക് വേണ്ടി നടത്താൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം നിങ്ങളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഇന്നും ഞങ്ങളുടെ കുടുംബത്തിൽ വേണം. ഉണ്ണിമോൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഉണ്ണിമോൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹം ഇന്നും വേണം. അപ്പം നമുക്ക് ഈ വീഡിയോയിലുള്ള വിശേഷങ്ങളൊക്കെ കണ്ടാലോ. നമ്മൾ ഉണ്ണിമോളെ ബർത്ത്ഡേ പ്രമാണിച്ച് ചെറിയൊരു സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ പപ്പക്കുഞ്ഞമ്മയാണ് സദ്യയൊക്കെ ഒരുക്കിയത്. അപ്പം നമുക്കതൊക്കെ കാണാം. നല്ല അടിപൊളി സാമ്പാർ, ചോറ്, തോരൻ. ഇത് പരിപ്പാണോ? ഉണ്ണിമോക്ക് സ്പെഷ്യൽ പരിപ്പ്, പപ്പടം വറക്കുന്നു, പായസമാവുന്നു. ചട്ടി ഉണ്ണാൻ വെജിറ്റേറിയൻ ചട്ടി ഉണ്ണാൻ ഇരിച്ചു വേണേ. അച്ചിപ്പ വണ്ണി ഇരിച്ചു വേ. ഹായ് കണ്ടോ കുഞ്ഞ്? ഹായ് പറയുന്നുണ്ടോ? ആണാണ്. ആ എന്റെ പാപ്പ വെച്ച വരണേ. അവള് ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? അത്രക്ക് പോപ്പുലറായെന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി.
തോനെയും കറിയൊന്നും ഇല്ലെങ്കിൽ പോലും ഉള്ളത് വെച്ചൊരു സദ്യയൊക്കെ ഉണ്ട്. അവക്കും വിലയൊക്കെ ഇട്ട് അവക്കും ചോറ് എടുത്തപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത സന്തോഷമായിരുന്നു. അത് പോരാനായിട്ട് ഉണ്ണിമോള് ഭാര്യയും കൂടെ തന്നപ്പോൾ അത് ഇരട്ടി മധുരമായി കേട്ടോ. ആദ്യമായിട്ടാണ് ഉണ്ണിമോൾക്ക് ഇലയിട്ട് തനിയെ ഇങ്ങനെ ഇരുത്തി ആഹാരം കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ കയ്യിൽ എന്തെങ്കിലും കൊടുക്കുമ്പോൾ ആൾ കഴിക്കത്തേ ഉള്ളായിരുന്നു. ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ആഹാരമൊക്കെ കൊടുക്കുന്നത്. ഞങ്ങളുടെ ഉണ്ണിമോളുടെ ലൈഫിലെ ഓരോ മാറ്റങ്ങൾക്ക് നിങ്ങൾ വലിയ പങ്കാളികളാട്ടോ. വേറൊന്നും കൊണ്ടല്ല, നിങ്ങളെപ്പോലുള്ള ഒത്തിരി അമ്മമാരെ പ്രാർത്ഥന കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഓരോ മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങളോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ കൊണ്ടാണ് ഞങ്ങളെ കൊണ്ട് ഓരോ കാര്യങ്ങളും പറ്റുന്നതും ഞങ്ങളുടെ ജീവിതം ഇത്രയും മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നതും. അപ്പോൾ ഈ വീഡിയോ ഇടാൻ കുറച്ച് വൈകിപ്പോൾ അതിന് ഞാൻ ആദ്യം ക്ഷമ ചോദിക്കുന്നത് കേട്ടോ. ഒത്തിരി അമ്മമാർ ഉണ്ണിമോളുടെ ബർത്ത്ഡേ വീഡിയോ കാണാൻ വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ താമസിയാതെ ആ വീഡിയോ വരുന്നതായിരിക്കും. ഇങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് അമ്മൂമ്മച്ചിക്ക് ഞാൻ ഫേസ് പാക്കും തേച്ചു കൊടുത്ത്. സമ്മതിക്കത്തില്ലായിരുന്നു. ഇത് ഞങ്ങളുടെ പപ്പക്കുഞ്ഞമ്മ. ഇന്നത്തെ സദ്യക്ക് മുൻകൈ എടുത്ത നമ്മുടെ പപ്പക്കുഞ്ഞമ്മ കേട്ടോ. അങ്ങനെ സദ്യയായിട്ടുള്ള യുദ്ധം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ വന്നിട്ട് മേക്കപ്പ് തുടങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ച എല്ലാവർക്കും ഫേസ് പാക്ക് ഒക്കെ ഇട്ട് കൊടുക്കാറ്. അപ്പോൾ അമ്മച്ചിയെ പപ്പക്കുഞ്ഞമ്മയും ലൈഫിൽ ആദ്യമായിട്ടാണ് ഫേസ് പാക്ക് ഒക്കെ ഇടുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വലിയ വലിയ സന്തോഷം ദൈവം തരുന്നത്. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും. അതായത് നിങ്ങൾ നോക്കിയിരിക്കുന്ന ഉണ്ണിമോളുടെ കേക്ക് കട്ടിങ് വീഡിയോസ്.